ഇതിലുള്ളത് സാധാരണക്കാരായ സ്ത്രീകളുടെ 12,000ഓളം ഫോട്ടോസും 4,000ഓളം വീഡിയോസും ആണ്. അതും അവരുടെ ഫോണിന്റെ ഗാലറിയിൽ നിന്നൊക്കെ ഡയറക്ട്ലി ലീക്ക് ചെയ്ത ടൈപ്പ് ഫോട്ടോസ്. എനിക്ക് 100% ഉറപ്പാണ് ഇത് അവരെവിടെയും പോസ്റ്റ് ചെയ്തതോ അല്ലാതെ സർക്കുലേറ്റ് ചെയ്തതോ അല്ല. ഈ വളർന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഈ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തിട്ട് വീട്ടുകാരെ കിടത്തി ഉറക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് നമ്മുടെ ടാർഗറ്റഡ് പേഴ്സൺ, ആ പേഴ്സണ് ഈ സ്ലീപ്പിംഗ് പില്ല് കൊടുത്ത് ഉറക്കി ഇങ്ങനെ വീഡിയോസ് എടുക്കുക. വേദലക്ഷ്മി, ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന വേദലക്ഷ്മി ഇതിന്റെ ഇടയിൽ ചില കാര്യങ്ങൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ വിഷയം ഇതിനു മുമ്പ് ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ചേട്ടൻ, അതിനെ തുടർന്ന് ന്യൂസ് ചാനൽസ് പോലീസുകാർ ഇടപെട്ടിട്ട് ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കല്യാണത്തിനോ മറ്റു ഫംഗ്ഷനുകളിലോ അല്ലെങ്കിൽ ഏതേലും പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ഇട്ട ഫോട്ടോസോ എടുത്തിട്ട് മോർഫ് ചെയ്യുന്ന ചില നാറികൾ. ഇപ്പൊ വേദലക്ഷ്മി പുറത്ത് വിട്ടേക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത ഫോട്ടോസ് പോലും അല്ല, നമ്മൾ പോലും അറിയാത്ത നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ, അതായത് വല്ല കല്യാണത്തിനോ വല്ല ഫംഗ്ഷനോ അല്ലെങ്കിൽ വല്ല പാർക്കിലോ ചെന്നിരിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോസ് എടുത്തു കൊണ്ടുപോയിട്ട് ടെലഗ്രാമില് പല ഗ്രൂപ്പുകളിലും ഇട്ട് വിൽക്കുന്ന ചില നാറികള്. സ്വന്തം കുടുംബത്തിൽ പോലും പെൺകുട്ടികൾ സേഫ് അല്ല എന്നുള്ള കാര്യം ഇതുപോലുള്ള ഗ്രൂപ്പുകളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും റിലേറ്റീവ്സിന്റെ അടക്കം ഫോട്ടോസ് ഇതുപോലുള്ള ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. ഒരു അമ്മ എന്നുള്ള രീതിയിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്റെ പരിചയത്തിലുള്ള ഒരു കുട്ടിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ, ആ കുട്ടി എവിടെയും പോസ്റ്റ് ചെയ്തതല്ല, ആർക്കും അയച്ചു കൊടുത്തതല്ല, അല്ലാതുള്ളൊരു പിക്ക് ഒരു ടെലിഗ്രാം ചാനൽ വഴി സർക്കുലേറ്റ് ആയി ഒത്തിരി പേര് കണ്ട് ആ കുട്ടിയുടെ ഫാമിലിയിലൊക്കെ അറിയിച്ച് വലിയ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെ ഇങ്ങനെ ഒരു കോണ്ടന്റ് എവിടെയും പോസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ലീക്ക് ആവപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. അവരതിന്റെ പോലീസ് കംപ്ലൈന്റും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് കണ്ടുപിടിച്ചു. അതിന്റെ പിന്നെ ഒരു പെയ്ഡ് ആയിട്ടുള്ള ടെലിഗ്രാം ചാനൽ ആണ് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഞാനിപ്പോ ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ കാരണം അതിനകത്ത് ആ സർവിലൻസിൽ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് വളരെ ഡിസ്റ്റർബിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും അപ്പുറത്തുള്ള ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. ഇന്നത്തെ കാലത്ത് മോർഫിങ്ങും അങ്ങനെയൊക്കെയുള്ള ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് അങ്ങനത്തെ അല്ല പറയുന്നത്. ഇത് ശരിക്കുള്ള റിയൽ പിക്ചേഴ്സ് പ്രൈവറ്റ് ആയിട്ട് ഫോണിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ടെലിഗ്രാം ചാനൽ വഴി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് പൈസയ്ക്ക് വേണ്ടി. ഇപ്പോൾ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സോ ആക്ടേഴ്സോ റിയാലിറ്റി ഷോസിൽ വന്നവരോ ഒക്കെ ഇന്നത്തെ കാലത്ത് മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷനും എക്സ്ക്ലൂസീവ് കോണ്ടന്റിനും എന്നൊക്കെ പറഞ്ഞിട്ട് ഡിങ്ങി സ്നാപ്പ് കോളിംഗ് ഒക്കെ വഴി ഇഷ്ടംപോലെ കോണ്ടന്റ്സ് ഇടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ റൂൾസ്, വേ ഓഫ് ഡ്രസ്സിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾ ബാഡ്ലി ഒരു വലിയ വിഭാഗം ടീനേജേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കോണ്ടന്റ്സ് പുറത്ത് വേറെ ലൈക്ക് സർഫസ് ലെവലിൽ മാത്രമല്ല നിൽക്കുന്നത്, ഡീപ് വെബിലോട്ട് പോയി അത് വീണ്ടും വിൽപ്പനയ്ക്ക് വെച്ച് നിങ്ങൾ പോലും അറിയാത്ത അത്ര എക്സ്റ്റെൻഡ് ഇത് പിന്നെയും വിൽപ്പനയ്ക്ക് ഇതാക്കി വെച്ച് കംപ്ലീറ്റ്ലി മോശമായിട്ടുള്ള രീതിയിൽ ദുരുപയോഗപ്പെട്ടിരിക്കുക. ഞാൻ കണ്ട ആ ചാനൽസിനകത്ത് തന്നെ ഒരു 20,000-ഓളം കുട്ടികളുടെ ഒക്കെ ഇഷ്ടം പോലെ കോണ്ടന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാവോ അങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്ത് അവര്, എനിക്ക് പറയാൻ തന്നെ അറിയത്തില്ല. ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത എക്സ്റ്റെൻഡിൽ മോശമായിട്ട് സ്വന്തം അമ്മയും പെങ്ങളും വീട്ടിന്റെ അകത്ത് ജോലി ചെയ്യുന്ന ഫോട്ടോസ് വരെ പൈസയ്ക്ക് വേണ്ടി എടുത്ത് വിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാര്. എന്താ വിശ്വസിച്ചിട്ട് സ്വന്തം വീട്ടിൽ വരെ പെമ്പിള്ളേർ നിൽക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ടെലിഗ്രാം മാഫിയ എങ്ങനെയാണ് സ്ത്രീകളെയും യുവതലമുറയും ചൂഷണം ചെയ്ത് വിൽപ്പന ചിലക്കാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ക്ലൗഡ് ഡെമോ മോഡൽ. മൗത്ത് പബ്ലിസിറ്റി വഴി മാത്രം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഈ ചാനൽ ഒരു ഫ്രീ ആക്സസ് ചാനലാണ്. പക്ഷെ അക്കൗണ്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ പ്രൊഫൈൽ വെരിഫൈ ചെയ്തിട്ട് അഡ്മിൻസ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യത്തുള്ളൂ. മലയാളികളായ 100-ൽ കൂടുതൽ സെലിബ്രിറ്റീസ്, മോഡൽസ്, വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ക്രിയേറ്റേഴ്സ്, എക്സ് ബ്യൂട്ടി കോണ്ടസ്റ്റന്റ്സ് എന്നിവരുടെ അർത്ഥനഗ്നമായ 1000-ൽ കൂടുതൽ ഫോട്ടോസും 600-ൽ പരം ഷോർട്ട് വീഡിയോസും ഷെയർ ചെയ്യപ്പെട്ട ഈ ചാനലിൽ 1700-ൽ കൂടുതൽ മെമ്പേഴ്സ് ആണ് നിലവിലുള്ളത്. ഈ ചാനൽ വഴിയാണ് ഇവരുടെ പെയ്ഡ് ചാനലിന്റെ പ്രൊമോഷൻസും മാർക്കറ്റിംഗും നടക്കുന്നത്. അടുത്തത് റോയൽ ആക്സസ്. ഇത് ഈ മാഫിയയുടെ ഫസ്റ്റ് പെയ്ഡ് എൻട്രി ലെവൽ ചാനലാണ്. മുമ്പ് ഞാൻ പറഞ്ഞ 100-ഓളം സെലിബ്രിറ്റീസുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫുൾ ലെങ്ത് എക്സ്ക്ലൂസീവ് കോണ്ടന്റ് ഉള്ള ഒരു ചാനലാണിത്. 8,000-ഓളം ഫോട്ടോസും 3,000-ഓളം വീഡിയോസും ഉള്ള ഈ ചാനലിന്റെ ജോയിനിങ് റേറ്റ് 499 രൂപയാണ്. 350-ൽ കൂടുതൽ ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പ്രൈം ആക്സസ്. 350-ഓളം മെമ്പേഴ്സ് ഉള്ള ഈ ചാനലിന്റെ ജോയിനിങ് ഫീ 499 രൂപയാണ്. നമ്മുടെ നാട് ഒരു ഹബായി മാറി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കോണ്ടന്റ്സ് ആണ് ഇതിനകത്തുള്ളത്. അതായത് 100% വീഡിയോസ്. ആദ്യത്തെ സംഭവമൊന്നുമില്ല, പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് ഇതുപോലെ ചെയ്യുന്ന ആൾക്കാര്. അതിനേക്കാൾ മുൻപേ ഉണ്ടായിരുന്ന പ്രശ്നമായിരുന്നു
സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ഇടുന്ന പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത ഫോട്ടോസ് പലയിടത്തും വിൽക്കുന്ന ഒരു കൂട്ടം നാറികള്. ഇവർക്കെതിരെ ഹെലനോസ് പാട്ടയൊക്കെ ഒരു സമയത്ത് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടുപോയി മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിന്റെ പേരില്. പക്ഷെ ഇവിടെ ഒന്നും ഒരു കാര്യമില്ലടേ. നമ്മുടെ നിയമത്തിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു 5-6 വർഷം കാലതാമസം എടുത്ത് പോകുമ്പോഴേക്കും ഇത് ഇതിനേക്കാൾ ഇരട്ടി വളർന്നു കഴിഞ്ഞു. ആക്സസ് ഈ ടെലിഗ്രാം മാഫിയ കോൾ ഔട്ട് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് ഇതിനകത്തെ കോണ്ടന്റ്സ് കാണുമ്പോഴത്തേക്കുമായിരുന്നു. കാരണം ഇതിലുള്ളത് സാധാരണക്കാരായ സ്ത്രീകളുടെ 12,000ഓളം ഫോട്ടോസും 4,000ഓളം വീഡിയോസും ആണ്. അതും അവരുടെ ഫോണിന്റെ ഗാലറിയിലൊക്കെ ഡയറക്ട്ലി ലീക്ക് ചെയ്ത ടൈപ്പ് ഫോട്ടോസ്. എനിക്ക് 100% ഉറപ്പാണ് ഇത് അവരെവിടെയും പോസ്റ്റ് ചെയ്തതോ അല്ലാതെ സർക്കുലേറ്റ് ചെയ്തതോ അല്ല. ആരോ അവരുടെ ഫോണിന്റെ ഗാലറിയിൽ തന്നെ ലീക്ക് ചെയ്തിരിക്കുന്ന. ഇത് കണ്ടിട്ട് ആ ഒരു മൊമെന്റ് എനിക്ക് തന്നെ നമ്മുടെ ഫോണൊക്കെ തന്നെ സുരക്ഷിതമാണോ എന്നുള്ളത് ആലോചിച്ച് പേടി വന്നൊരു മൊമെന്റ് ആയിരുന്നു അത്. നമ്മള് നമ്മുടെ സ്വകാര്യ നിമിഷം, അതായത് വല്ല ഷോർട്ട് ഡ്രസ്സോ അതല്ലെങ്കിൽ വേറെ വല്ലപ്പോഴും വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ എടുക്കുന്ന ഫോട്ടോസ്, ആ ഫോട്ടോസ് ആണ് ഇവരെടുത്ത് ലീക്ക് ചെയ്യുന്നത്. ആ ലീക്ക് ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തില് നമ്മുടെ ഫോൺ ആക്സസ് ഉള്ള ആൾക്കാര്. അവര് ഈ ഫോട്ടോസ് എടുത്തിട്ട് പബ്ലിക്കായിട്ട് ഇതുപോലെയുള്ള ചാനലുകൾ കൊണ്ടുപോയി വിൽക്കുന്നു. അതും പൈസയ്ക്ക് വേണ്ടി. സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും ഭാര്യയുടെയും ഒക്കെയാണ് കൊണ്ടുപോയി വിൽക്കുന്നത് എന്ന് ഒരു ബോധവും ഇല്ലാത്ത ഇവന്മാര് കൊണ്ടുപോയി വിൽക്കുവാണ്. നാട്ടുകാര് കണ്ടാലും കുഴപ്പമില്ല, പൈസ കിട്ടിയാൽ മതിയല്ലേ. എങ്ങനെ തോന്നുന്നടേ. കോർ ആക്സസ് ഈ ചാനലിന്റെ അഡ്മിൻ തന്നെ പറയുന്നുണ്ട് ഇതിലുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഒരു കാരണവശാലും പുറത്തു പോകരുതെന്ന്. അഥവാ അങ്ങനെ പോയാൽ തന്നെ പോസ്റ്റ് ചെയ്ത അഡ്മിനും കാണുന്ന മെമ്പേഴ്സിനും പ്രശ്നമാകും എന്ന്. നമ്മൾ സാധാരണ കാണുന്ന ഡേറ്റിംഗ് ആപ്പ് വഴി സ്ത്രീകളെ നിർബന്ധിച്ച് ചൂഷണം ചെയ്ത് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയതാണ് ഇതിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. എന്തൊക്കെയാണ്. എന്നിട്ട് ആരേലും ഇതെടുത്ത് പബ്ലിക് ആക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. കാണുന്നവന്മാർക്ക് അത് അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു മാർഗം. ആ മാർഗം ഇതുപോലെയുള്ള നാറികള് വേറെ കാണും. അവർക്കും ഇവന്മാര് കൊണ്ടുപോയി അയച്ചു കൊടുക്കും. ഇവിടെ മോശക്കാരി ആവുന്നത് ആരാന്നറിയോ? ഒന്നും അറിയാത്ത ഈ പെൺപിള്ളേര്, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ ഭാര്യ. നിങ്ങളുടെ പ്രവൃത്തി കാരണം ചീത്തപ്പേര് കേൾക്കുന്നത് മൊത്തം, അല്ലെങ്കിൽ നാട്ടുകാർ ചീത്ത കണ്ണോട് കാണുന്നത് ഈ പെൺകുട്ടിയായിരിക്കും. ആ രീതിയിലായിരിക്കും അവളോട് പോയി അപ്രോച്ച് ചെയ്യുന്നത്. ഗ്രൂപ്പുകളെ പറഞ്ഞുതരാം. ഒന്ന് ഇൻസെക്സും പിന്നെ ഒന്നും കക്കോൾ എന്ന് പറയുന്ന വിഭാഗക്കാരാണ്. അവര് മെയിനായിട്ട് ഈ കക്കോൾ എന്ന് പറയുമ്പോൾ ഈ ഗേൾ ഫ്രണ്ടിന് ന്യൂഡിറ്റി ഇടുക, അല്ലെങ്കിൽ ഹോട്ട് ന്യൂഡിറ്റി അങ്ങനെ ഇടുക, അല്ലെങ്കിൽ എക്സിന്റെ ന്യൂഡിറ്റി ഇടുക, അല്ലെങ്കിൽ വൈഫിന്റെ, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയത്, അല്ലെങ്കിൽ ഇവർക്കുണ്ടാണ് വേറെ ബന്ധങ്ങളുള്ള പെൺപിള്ളേരുടെ ഫോട്ടോസ് ഇടുക, വീഡിയോസ് ഇടുക, അത് ഷെയർ ചെയ്യുക, അത് എക്സ്ചേഞ്ച് ചെയ്യുക, അതിൽ സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ അതിൽ പ്രഷർ കണ്ടെത്തുന്ന ഒരാൾക്കാരാണ് ഈ കക്കോൾ എന്ന് പറയുന്നത്. അതിനിപ്പോ അവർക്ക് ചവറുപോലെ ഗ്രൂപ്പ് നമുക്കുണ്ട്. അവരാണ് മെയിൻ ത്രെഡ്സ്. ഈ കക്കോൾഡ് എന്ന് പറയുന്നത് ഇൻസെന്റ് എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടുകാരുടെ ഫോട്ടോസ് ഉള്ളവര്. ഓക്കെ, വീട്ടുകാരുടെ ന്യൂഡിറ്റി, വീട്ടുകാരുടെ അമ്മയുടെ ന്യൂഡിറ്റി, പെങ്ങളുടെ ന്യൂഡിറ്റി, കസിൻസിന്റെ ന്യൂഡിറ്റി, ഹോട്ട് നൈറ്റിലുള്ള ഫോട്ടോ, നൈറ്റിന്റെ അടിയിൽ കൂടിയുള്ള ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ ഉള്ളവരാണ് ഈ ഇൻസെറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഈഗിൾ ഗെയിമിങ്ങില് ചേട്ടൻ വന്നിട്ട് ഇതുപോലെയുള്ള ഗ്രൂപ്പുകളെ കുറെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ, സ്വന്തം ഭാര്യയും പെങ്ങളും അമ്മയൊക്കെ ആണെടാ. എങ്ങനെ? അതാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. എങ്ങനെ പറ്റുന്നു? സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും ഭാര്യയുടെ ഒക്കെ ഫോട്ടോ ഇതുപോലെ നാട്ടുകാരെ കാണട്ടെ എന്നും പറഞ്ഞിട്ട് എങ്ങനെ കൊണ്ട് ഇട്ട് കൊടുക്കാൻ നിനക്കൊക്കെ പറ്റുന്നു? നാളെ നിനക്കൊക്കെ ഒരു മോൾ ഉണ്ടായി കഴിഞ്ഞാൽ പോലും നീയൊന്നും വെറുതെ വിടത്തില്ല. പൈസക്ക് വേണ്ടിട്ട് ആ കൊച്ചിനെ വരെ നീയൊക്കെ വിൽക്കും. ഈ പയ്യൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വേണ്ട ആൾക്കാർക്ക് സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് കിടത്തിയിട്ട് അവരുടെ ഫോട്ടോസ് വരെ എടുത്ത് വിൽക്കുന്ന സൈക്കോസ്. പൈസക്ക് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വല്ല പണിക്കും പോയി പൈസ ഉണ്ടാക്കണം. അതപ്പൊ ഈസി മണി അല്ലല്ലോ. ഇതാകുമ്പോ ഈസി മണി ആണല്ലോ അല്ലെ. കഷ്ടടേ.